ലഞ്ച് ബോക്സിനും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ സാൻഡ്വിച്ച് റെസിപ്പിയാണ് ഇത്. പുറത്തുനിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ ചെയ്യാൻ വേണ്ടി ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പണ്ട് മിക്കപ്പോഴും പുറത്തു പോകുമ്പോൾ ഓർഡർ ചെയ്തിരുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ സാൻഡ്വിച്ച്. അപ്പോൾ അതെങ്ങനെ വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. ചിക്കനിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, സീസണിങ് വെച്ച് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് ആയിട്ട് ക്യാബേജ്, ക്യാരറ്റ്, ഒനിയൻ ആണ് എടുത്തിരിക്കുന്നത്. വയലറ്റ് ക്യാബേജ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്യുക. ചോപ്പറിലേക്ക് ഇട്ടാലും മതി. ഞാനിപ്പോൾ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുത്തത്. ഒരു വിസിലിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ക്യാപ്സിക്കം ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ വെജിറ്റബിൾസും ചിക്കനുമാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ മയണൈസാണ്. ഇത് നമുക്ക് ഹോം മെയ്ഡായിട്ടും വേണമെങ്കിൽ ചെയ്തെടുക്കാം. പിന്നെ ആഡ് ചെയ്യുന്നത് റെഡ് ചില്ലി സോസാണ്. വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇറ്റാലിയൻ സീസണിങ്ങും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് എഗ്ഗ് വെച്ചിട്ടായാലും ചെയ്യാം, ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രമായാലും യൂസ് ചെയ്യാം. ഇനി ചേർക്കുന്ന ഈ ഒരു മയണൈസാണ് ഈ സാൻഡ്വിച്ചിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. നല്ലൊരു ചീസി ഫ്ലേവർ തരുന്ന ഒരു മയമാണ് അത്. അങ്ങനെ എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബ്രൗൺ ബ്രെഡാണ്. വൈറ്റ് ബ്രെഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അത്യാവശ്യം ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ലൈസ് വെക്കുന്നതിന് മുമ്പ് ചീസ് വെക്കാം. ചീസ് ഓപ്ഷണലാണ്, പക്ഷേ ചീസ് വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പുറത്തുനിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന ഒരു ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഒരു ചീസ് സ്ലൈസ് വരെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പകുതി ചീസ് സ്ലൈസാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതിന് മുകളിലേക്ക് ഒരല്പം ചില്ലി ഫ്ലേക്സും ഇറ്റാലിയൻ സീസണിങ്ങോ ഒറിഗാനോയോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മറ്റേ സ്ലൈസ് ബ്രെഡും കൂടെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇനി ടോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ബട്ടറിലാണ് ഞാൻ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു പാൻ ചൂടായി അതിലേക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ചീസ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഒരു 3 മിനിറ്റൊക്കെ ഒരു സൈഡ് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ടും കൊടുക്കാം. തിരിച്ചിടുന്നതിന് മുമ്പ് മുകളിലത്തെ സ്ലൈസ് ബ്രെഡിൽ ഞാൻ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ആ ചീസി മയണൈസ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അല്പം മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സാൻഡ്വിച്ചിനൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 4 സാൻഡ്വിച്ച് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നല്ല ക്രീമി ആൻഡ് ചീസി സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.